अथ सप्तमोऽध्यायः। श्रीभगवानुवाच मय्यासक्तमनाः पार्थ योगं युञ्जन्मदाश्रयः असंशयं समग्रं माम् यथा ജ്ഞാസ്യസി തച്ഛൃണു. ഹേ കുന്തിപുത്ര, എന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നതുകൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതെങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യത്തെ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാനിനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഭൂമിരാപോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിഃ അഷ്ടധാ. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ഇവയ്ക്ക് പുറമെ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്നതരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും ഉറവിടം ഈ 2 ശക്തികളാണ്. ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനം ജയ മയി സർവം ഇദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേലെന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ
സഖേ പൗരുഷം നൃഷോ. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ. ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജലങ്ങളിലെല്ലാം ജീവനായും തപസ്വികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ബുദ്ധിഃ ബുദ്ധിമതാം അസ്മി തേജഃ തേജസ്വിനാം അഹം. ഹേ കുന്തിപുത്ര, സർവജീവജാലങ്ങളുടെയും ആദിബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം. ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. യേ ചൈവ സാത്വികാ ഭാവാഃ രാജസാഃ താമസാശ്ച യേ മത്തയേ വേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ത്രിഭിഃ ഗുണമയൈഃ ഭാവൈഃ യേഭിഃ സർവമിദം ജഗത്. മോഹിതോ നാഭിജാനാതി മാംയേഭ്യഃ പരമൗവ്യയം. ത്രിഗുണങ്ങളാൽ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്കതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. ദൈവീശേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ. മാമേവ യേ പ്രപദ്യന്തെ മായാം യേതാം തരന്തി തേ. മൂന്ന് പ്രകൃതി ഗുണങ്ങളടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാ ബഹ്തജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ചതുർവിധാഃ ഭജന്തെ മാം
ജനാഃ സുകൃതിനോऽർജുന ആർത്തോ ജിജ്ഞാസുഃ അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരതകുലശ്രേഷ്ഠ, സുഹൃത്തുക്കളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിഃ വിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അയാൾ എനിക്കും. ഉദാരാഃ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സ ഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവഃ സർവമിതി സമഹാത്മാ സുദുർലഭഃ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. കാമൈസ്തൈസ്തൈർഹൃതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമം ആസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ. ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർജിതും ഇച്ഛതി തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനം ഈഹത്തെ ലഭത്തെ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെയാണ്. അന്തവത്തു ഫലം തേഷാം
തദ്ഭവതി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താഃ യാന്തി മാമപി. മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമത്രേ. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും. എന്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. അവ്യക്തം വ്യക്തിമാപന്നം മന്യൽത്തെ മാം അബുദ്ധയഃ പരം ഭാവം അജാനതോ മമാവ്യയം അനുത്തമം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്കറിഞ്ഞുകൂടാ. നാഹം പ്രകാശഃ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകില്ല. യോഗമായയെന്ന എന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചുവെക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതമാണ്. പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വ മോഹ നിർമുക്താഃ ഭജന്തെ മാം ദൃഢവ്രതാഃ. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വവ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും. ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യതന്തി യേ തേ ബ്രഹ്മ തദ്വിദുഃ കൃസ്തൗ അധ്യാത്മം കർമ്മ ത്യാഖിലം. വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു. ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. സാധിഭൂതാധിദൈവം മാം സാധിയജ്ഞം
च ये विदुः प्रयाणकालेऽपि च माम् ते विदुः യുക്തചേതസഃ. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ, ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോऽധ്യായഃ.